ദേവദൂതൻ പോലുള്ള പടങ്ങളാണ് ഇനി അങ്ങോട്ട് ലാലേട്ടൻ ചെയ്യേണ്ടത്. നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ആസ്വദിക്കാൻ പറ്റി. നമുക്കൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. പറയുമ്പോൾ തന്നെ രോമൊക്കെ എനിക്കാണ്. ഞാൻ ഈ സിനിമയൊക്കെ തിയേറ്ററിൽ തന്നെ വന്ന് കണ്ടൊരു സിനിമയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അത് വീണ്ടും ഒരു ഭാഗ്യം കിട്ടും. മസ്റ്റ് വാച്ച് എന്ന് തന്നെ ഞാൻ പറയും. ഇപ്പോഴത്തെ ജനറേഷനൊക്കെ കണ്ടിരിക്കും. നല്ലതായിരുന്നു. അതിനെല്ലാം ഒരു എക്സ്പീരിയൻസ് ഡിഫറെന്റ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. പഴയ ലാലേട്ടനെ കാണാൻ പറ്റി. പഴയ ദേവദൂതൻ പണ്ട് തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും കാണാൻ പറ്റി. ലാലേട്ടൻ്റെ ആ ചെറുപ്പകാലം കാണാൻ പറ്റി. അടിപൊളി മൂവിയായിരുന്നു. ഇതേപോലത്തെ സിനിമകൾ ഇനിയും ലാലേട്ടൻ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി ഇതേപോലുള്ള പടങ്ങൾ ഇറക്കും. ഇനി അദ്ദേഹത്തിന് ഒരുപാട് യൗവനം ഇനി ഇതേപോലെയുള്ള പടങ്ങൾ എടുക്കുവാൻ ഉണ്ട്. എന്തായാലും ഇതേപോലുള്ള അടിപൊളി പടങ്ങൾ വീണ്ടും വരും. ഇതേപോലുള്ള ദേവദൂതൻ പോലുള്ള പടങ്ങളാണ് ഇനി അങ്ങോട്ട് ലാലേട്ടൻ ചെയ്യേണ്ടത്. എന്തുകൊണ്ട് അടിപൊളി പടം പഴയ ലാലേട്ടനെ കാണാൻ കഴിയും എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ സന്തോഷം. അടിപൊളി, ഇനി ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഞാൻ കണ്ടിട്ടില്ല എന്ന് ആ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോഴത്തേക്കും നല്ലൊരു അനുഭവം തോന്നി. നമുക്ക് ആ 4K ഫോർമാറ്റിൽ വന്നപ്പോഴത്തേക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ആസ്വദിക്കാൻ പറ്റി. അതെ, ഒരു 40 മിനിറ്റോളം അവർ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നാലും നമുക്ക് അത് സിനിമ നല്ല ഫാസ്റ്റായിട്ട് തന്നെ പോയിട്ടുണ്ടല്ലോ. ആ കട്ട് ചെയ്തതിൽ നമുക്ക് അതിനകത്ത് ബോറടിയൊന്നും പറ്റില്ല. കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ. അപ്പം ഞാൻ കാണുന്നത് പറഞ്ഞാൽ യൂട്യൂബിലാണ് കാണുന്നത്. അപ്പം അന്ന് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്നും മനസ്സിലായി. പിന്നെ നമ്മൾ കുറച്ച് ഒരു പ്രായമായി കഴിഞ്ഞ് ആ ഒരു കുറച്ചതിൻ്റെ സ്റ്റിൽസൊക്കെ വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് പണ്ടത്തെ ലാലേട്ടൻ്റെ അഭിനയം. അപ്പം നമുക്ക് ഇപ്പോൾ ഒരു കാണാനൊരു ചാൻസ് കിട്ടിയപ്പോഴത്തേക്ക് നമ്മൾ വന്നു. അപ്പോൾ ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് നമുക്ക്. ഞാൻ കുറച്ച് വൈകിയാണ് കയറിയത്. അപ്പം ഞാൻ ആദ്യത്തെ പാട്ടൊക്കെ മിസ് ചെയ്തു കുറേ. പിന്നെ എന്തായാലും ഒന്നുകൂടി കാണാൻ വരും. അപ്പം ഞാൻ ആ എന്തോരം പാട്ടൊക്കെ മിസ്സായെന്ന് ചോദിച്ചാൽ അവസാനം കാണിച്ചത്. അപ്പോൾ നമുക്കൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. പറയുമ്പോൾ തന്നെ രോമൊക്കെ എനിക്കാണ്. ഒരു പാട്ടും അതിൽ അഭിനയവും ലാലേട്ടൻ്റെ കണ്ണിൽ. കാരണം ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പ്രായമായത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് എക്സ്പ്രഷൻ കാര്യങ്ങളും കുറവാണ്. അപ്പോൾ പണ്ടത്തെ എക്സ്പ്രഷനും കാര്യങ്ങളും ഒരു വല്ലാത്തൊരു ഫീലാണ്. പഴയ സിനിമയെ ആരും കാണാണ്ടിരിക്കരുത്, എല്ലാവരും വന്ന് കാണുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. കുറേ സീൻസൊക്കെ ട്രിം ചെയ്തതാണ്. നമ്മൾ യൂട്യൂബിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ശരിക്കുള്ള സിനിമയിൽ നിന്ന് പല സീൻസ് ട്രിം ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല. ഒരു തിയേറ്ററിക്കൽ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും വളരെ നല്ലതാണ്. പക്ഷെ എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ സീൻസും കാണിച്ചിട്ടുണ്ട്. ആ ഒരു വേ ഓഫ് പണ്ടത്തെ സിനിമയാണ്, അറിയാമല്ലോ. 4Kയിലേക്ക് വരുമ്പോൾ ആ ഒരു പാട്ട് കാര്യങ്ങൾ നമുക്കൊരു ഡിഫറെൻറ്റ് ഫീലാണ്. പഴയ സിനിമ ആരും കാണാണ്ടിരിക്കരുത്, എല്ലാവരും മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക വന്നിട്ട്. ഇല്ല, ഒന്നും മിസ്സായിട്ടില്ല. അവരെല്ലാം വെച്ചിട്ടുണ്ട്. അതിൻ്റെ പക്ക പണ്ടത്തെ സ്റ്റൈല്, ഡാൻസ് കാര്യങ്ങൾ എല്ലാം നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഞാൻ വിചാരിച്ച കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ലെന്നാണ്. കാരണം പഴയ സ്റ്റൈല്, ഡാൻസും അഭിനയമൊക്കെയാണ്. പക്ഷെ എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിക്കാണ് ആൾക്കാർ അഭിനയിച്ചേക്കണതിൻ്റെ കഴിവും കാര്യങ്ങളാണ്. മോഹൻലാലിന് മാത്രമല്ല, അതിലുള്ള എല്ലാ ആക്ടേഴ്സും അഭിനയിച്ചേക്കുന്ന കഴിവാണ്, എടുത്ത രീതി എല്ലാം അടിപൊളിയാണ്. സിനിമ എൻജോയ് ചെയ്യാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. കാരണം ടി വിയിൽ കണ്ടതിന് ഭയങ്കര വ്യത്യാസമുണ്ടല്ലോ. ടി വിയിൽ പോലെ അല്ലല്ലോ, നമുക്ക് ഇത്രയും ആൾക്കാരുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഈ സിനിമയൊക്കെ തിയേറ്ററിൽ തന്നെ വന്ന് കണ്ടൊരു സിനിമയായിരുന്നു. പക്ഷെ ഞങ്ങൾക്കത് വീണ്ടും ഒരു ഭാഗ്യം കിട്ടി. ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ ഇപ്പോഴത്തെ ഇതായതുകൊണ്ട് തന്നെ. അപ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് ആണ് വന്ന് കാണാൻ പറ്റിയത്. പരാജയപ്പെട്ടതാണ്. അങ്ങനെയാണല്ലോ പല സിനിമകളും, അങ്ങനെയാണല്ലോ പരാജയപ്പെട്ടിട്ട് ഇപ്പോൾ വന്ന്. ഇത് എന്തായാലും മസ്റ്റ് വാച്ച് എന്ന് തന്നെ ഞാൻ പറയും. ഇപ്പോഴത്തെ ജനറേഷനൊക്കെ കണ്ടിരിക്കണം. 24 വയസ്സെന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര പോലും പ്രായമായിട്ടില്ല. എന്നാലും എനിക്കൊക്കെ ഇത് ഞങ്ങൾക്ക് എല്ലാവരും കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അധികം ആൾക്കാർ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നല്ല. അപ്പോൾ നമ്മളിപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ പല പടത്തിൽ ഇപ്പോൾ ആക്ഷൻ സീൻ കൊണ്ട് അങ്ങനെ പല സാധനം കൊണ്ട് നമുക്ക് ഇമോഷണലി ഒരു ഗൂസ് ബംപ് ഉണ്ടാകും. പക്ഷേ ഒരു മ്യൂസിക്കൽ പരമായിട്ട് ഈ പടം റീമാസ്റ്റർ ചെയ്തത് തന്നെ, അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ടൊരു പോപ്പുലാരിറ്റി കിട്ടിയത് പറഞ്ഞ് തന്നെ ഇതിൻ്റെ ഒരു മ്യൂസിക്കിൻ്റെ പ്രത്യേകത ഉണ്ട്. അതായത് വിദ്യാസാഗറിൻ്റെ ഒരു മ്യൂസിക്കിൻ്റെ പ്രത്യേകത ഉണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഈ 7 Bells കാണാൻ വേണ്ടി ലാലേട്ടൻ രണ്ടാമത് പോയി കഴിയുമ്പോൾ ആ ഡോറ് തുറക്കുമ്പോൾ ഒരു BGM, അത് നമ്മളിപ്പോൾ അത്ര അറ്റ്മോസ്ഫിയർ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഗൂസ് ബംപ് സംഭവമുണ്ട്. അത് മ്യൂസിക് മിക്സ് ചെയ്തേക്കുന്ന ആ ഒരു ലെവലിലാണ് അവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഇപ്പോൾ അന്നത്തെ കാലത്ത് ഈ സിനിമ പരാജയപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാസ് എലമെൻറ്റ്സ് ഒക്കെ മിക്സ് ആക്കിയിട്ട്, അപ്പോൾ അന്ന് 2.5 മണിക്കൂറോളം ഒരു സിനിമ അതിനകത്ത് വേണ്ടാത്ത ഒരുപാട് 10-20 മിനിറ്റോളം ഉള്ള സീനുകൾ വെട്ടിക്കുറച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ആക്കിയേക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ സിനിമയിൽ പുള്ളി ഒരു ഹെവൻലി മെസ്സഞ്ചറായിട്ട് വരുന്ന ഒരാളാണ് ഇന്നൊരു കാര്യത്തിന്. അപ്പോൾ അതിന് വേണ്ടാത്ത സീനെല്ലാം മാറ്റി ആ പടത്തിൻ്റെ ഉദ്ദേശം എന്താണോ, സിബി മലയിൽ സാർ ആ ക്യൂവിന് ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ ഈ പടത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് വെർഷൻ എന്ന് പറഞ്ഞൊരു സംഭവം അത് നമുക്കിവിടെ കിട്ടി. അപ്പോൾ ആ സ്പടിയൊക്കെ അന്ന് ഓൾറെഡി തിയേറ്ററിൽ കണ്ട ആൾക്കാർ വിജയിച്ച് കേട്ടോ. പക്ഷേ ദേവദൂതൻ അതുപോലെ TV-യിലും അധികം ടെലികാസ്റ്റ് ചെയ്യുന്ന പടമല്ല, അതുപോലെ അന്നത്തെ കാലത്തും പടത്തിൽ തിയേറ്റർ വിജയിച്ച പടമല്ല. പക്ഷേ ഇത് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് വെർഷൻ ഇപ്പോൾ തിയേറ്റർ വരുമ്പോൾ മസ്റ്റായിട്ടും നമുക്ക് വേറൊരു ലെവൽ എക്സ്പീരിയൻസ് തന്നയിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ മസ്റ്റായിട്ട് തിയേറ്റർ ഡിമാൻഡ് ചെയ്യുന്നൊരു സിനിമയാണ്. അതിൻ്റെ ഈ അടുത്തിറങ്ങിയ മലയാള സിനിമയ്ക്ക് പോലും ഇല്ലാത്ത രീതിയിലുള്ളൊരു ഓഡിയോ മിക്സിങ്ങും ക്ലാരിറ്റിയാണ് അതിന് കൊടുക്കുന്നത്. അപ്പം മസ്റ്റായിട്ടും തിയേറ്റർ എക്സ്പീരിയൻസ് വളരെ നല്ലത്. വിൻറ്റേജ് മോഹൻലാൽ എന്ന് പറഞ്ഞാൽ വിൻറ്റേജ് ലാലേട്ടന് കുറേ നാളായിട്ട് മിസ്സായിട്ടിരിക്കുന്ന ഒരു ലാലേട്ടൻ
പറഞ്ഞിട്ട് നമ്മൾ അന്ന് തിയേറ്ററിൽ പോയി കാണാൻ പറ്റാതെ കുറേ നാളുകൂടി ആ മിസ്സായി കിട്ടുന്ന ലാലിനെ കാണുമ്പോൾ ഉള്ള ഒരു ഇമോഷൻ അല്ല. കാരണം വിദ്യാസാഗറിൻ്റെ സംഗീതം, ലാലേട്ടൻ്റെ എക്സ്പ്രഷൻ, ഇതെല്ലാം കൂടെ. കാരണം ഒരു മ്യൂസിക്കിന് മലയാള സിനിമയിൽ അത്ര ലിപ്സിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് അത്ര മനോഹരമാക്കാൻ പുള്ളിയേക്കാൾ നല്ലൊരു നടൻ ഇല്ലാത്തടത്തോളം. അപ്പോൾ ഇതിൻ്റെ ആ എന്തര മഹാനുഭാവ് തൊട്ട് ഈ പടം എൻഡ് ചെയ്യുന്നവരെയുള്ള ഒരു ആ BGM കൊണ്ടുള്ള വേറെ ലെവൽ എക്സ്പീരിയൻസ് ആരും തന്നെ മിസ്സാക്കാതെ തിയേറ്ററിൽ കാണണമെന്നാണ്.